മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സീമന്തന് ഉണ്ണിയോട് ചോദിക്കണേ, എടാ അമ്മാവ ഇങ്ങനെ വീഴുമ്പോൾ നീ ഉണ്ടായിരുന്നില്ലേ കൂടെ എന്ന് ചോദിക്കണം. ഉണ്ടായിരുന്നു അമ്മായി, അവൾ വന്ന് ആ തട്ട് ചവിട്ടിയപ്പോൾ അതിനൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാണ്. വീണ്ടും അത് ചെയ്തു. അമ്മാവനത് ചെയ്തപ്പോൾ പെട്ടെന്ന് വീണതാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന കാരണമാണ് ഇങ്ങനെയെങ്കിലും ആയത് എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോൾ മേഘനോട് അമ്മായി പറയുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവളുടെ പിന്നിൽ പോവണ്ട എന്ന് പറഞ്ഞിട്ടില്ലേ, എത്ര പറഞ്ഞാലും നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ എന്നിങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മഹാലക്ഷ്മിയും കണ്ണനും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അതാ വരുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം സീമന്തനിക്ക് അങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ മഹാലക്ഷ്മിക്ക്. നീ എന്തിനാ അങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കണേ. എനിക്ക് ഒന്ന് കാണണം, അതാണ് വന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. എന്തിനാണ് ഒരാളിങ്ങനെ തളർന്ന് കിടക്കുമ്പോൾ കാണാനാണോ വരുന്നത് എന്ന് ചോദിക്കുകയാണ്. നീ എന്തിനാടാ ഇവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കണേ. അവളാണ് തളർന്ന് കിടന്നതെങ്കിൽ നിങ്ങളെല്ലാവരും സന്തോഷിച്ചോളനെ, പക്ഷേ എനിക്ക് അങ്ങനെ സന്തോഷിക്കാൻ പറ്റില്ല. ആ കിടക്കുന്ന ആളെ ഒന്ന് എനിക്ക് കാണണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മഹാലക്ഷ്മി അകത്ത് പോവുകയാണ്. അകത്ത് പോയിട്ട് വാമദേവൻ കിടക്കണ്ടാവും. വാമദേവനോട് നോക്കിയിട്ട് ചോദിക്കും, നിങ്ങളുടെ മനസ്സിൽ കുറച്ച് നേരം മുൻപുണ്ടായിരുന്നല്ലോ ഞാൻ ഒന്നില്ലേ ആംബുലൻസിൽ പോകണം, അല്ലെങ്കിൽ ഞാൻ നട്ടല്ലൊടിഞ്ഞ് കണ്ണേട്ടനെ പോലെ വീൽ ചെയറിലിരിക്കണം, എല്ലാം നിങ്ങൾ ആഗ്രഹിച്ചില്ലേ, ഇപ്പോഴെന്താ നടന്നത്, ഇതാണ് ഈശ്വരനുണ്ട്, ആര് പണി കൊടുത്തോ അവർക്ക് തന്നെ കിട്ടും എന്നിങ്ങനെ പറഞ്ഞിട്ട് വാമദേവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം സീമന്തനി ഇങ്ങനെ പറയുന്നുണ്ട്, നീ എന്തിനാടാ നിൻ്റെ ഭാര്യയെ വിളിച്ചു കൊണ്ടുവന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് വഴക്ക് പറയണം കേട്ടോ കണ്ണനോട്. കണ്ണൻ പറയുന്നുണ്ട്, അവൾക്കാണ് ഇത് സംഭവിച്ച് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും സന്തോഷിച്ചേനെ, പക്ഷേ അവൾ അതുപോലെയല്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മഹി വന്നിട്ട് പറയുന്നുണ്ട്, ഈ പ്രതാപനെ വിളിക്കുകയാണ് കേട്ടോ. പ്രതാപനെ വിളിക്കുമ്പോൾ എന്തിനാണ് ചോദിക്കുക, ഇങ്ങോട്ട് വായോ, അല്ലെങ്കിൽ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടൊരു കാര്യം പറയാണ്. അത് കേൾക്കുമ്പോൾ പ്രതാപൻ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അതിനുശേഷം പ്രതാപനോട് ചോദിക്കുകയാണ്, കണ്ണേട്ടനെ എനിക്കിന്നും ഓർമ്മയാണ് ആ മഴയുള്ള രാത്രി ആ ലോറി ആ ബൈക്കുകാരനെ ഇടിച്ചത് കണ്ണേട്ടൻ്റെ അച്ഛനും ആ വീണ ചെറിയ കുട്ടി കണ്ണേട്ടനുമാണ്. ദൈവനിയോഗമാണ് അവരെ എൻ്റെ മുൻപിലേക്ക് എത്തിച്ചത്, നിങ്ങളാണ് ചെയ്തത്, അതെനിക്ക് ഉറപ്പുണ്ട് എന്നിങ്ങനെ പറയട്ടോ. അത് കേൾക്കുമ്പോൾ അങ്ങനെ പ്രതാപന് പകച്ചു പോവുകയാണ് കേട്ടോ. ഇവളിതൊക്കെ എങ്ങനെ അറിയണേ, എന്താ മഹാലക്ഷ്മി നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ നീചനാണ്, നിങ്ങളത് തന്നെ ചെയ്തിട്ടുണ്ടാവും, നിങ്ങളാണത് ചെയ്തിരിക്കുന്നത് എന്ന് തറപ്പിച്ച് പറയണം കേട്ടോ. അതേസമയം കണ്ണൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. കണ്ണൻ പറയും, അവിടെ അമ്മായി വെറും പിച്ചുമ്പേയും പറയണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പ്രതാപൻ പറയുന്നുണ്ട്, അതേ തന്നെ നിൻ്റെ ഭാര്യ പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ, എൻ്റെ ഭാര്യ പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടാകും, എന്താ മഹാലക്ഷ്മി എന്ന് ചോദിക്കുകയാണ്. അതേ, അന്ന് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നില്ലേ, ആ ലോറിയുടെ കാര്യം ഞാൻ പറയുമായിരുന്നു, വാമേട്ടൻ കൊട്ടേഷൻ കൊടുത്തിട്ടായിരിക്കും അത് ആരെങ്കിലും ചെയ്യിപ്പിച്ചത് എന്നിങ്ങനെ പറയണം കേട്ടോ. മഹാലക്ഷ്മി പെട്ടെന്ന് അത് പറയുമ്പോൾ തന്നെ പ്രതാപനാകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അതിനുശേഷം കണ്ണൻ പറയും, ഞാൻ എപ്പോഴും ആ ഒരു ലോറി ഡ്രൈവറിനെ ആ ലോറിയെയും എൻ്റെ മുൻപിൽ ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾ എന്തെങ്കിലും എത്ര വയസ്സായാലും അയാൾ എന്നോട് പറയും, അല്ലെങ്കിൽ അയാൾ അനുഭവിക്കും, ഞാനത് തേടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേപോലെ മഹാലക്ഷ്മിയും പറയുന്നുണ്ട് കേട്ടോ. ആകെ പ്രതാപനാകെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മേഘനും അമ്മയും കൂടി വീട്ടിലേക്ക് വരുമ്പോൾ സോദി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരിക്കും കേട്ടോ. സോദിയുടെ അടുത്ത് സോദി ഓടിപ്പോയിട്ട് ചോദിക്കും, അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് മോളെ, അച്ഛൻ അവിടെ ആശുപത്രിയിൽ നമുക്ക് ആർക്കും നിൽക്കാൻ പറ്റില്ല, അച്ഛൻ കണ്ണനെ പോലെ തന്നെ വീൽ ചെയറിലാവും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം സോദി പറയുന്നുണ്ട്, ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, അവളെവിടെ മോളെ എന്ന് ചോദിക്കുക, അവൾ പോയിട്ട് കുറേ നേരമായി എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മഞ്ജു ഇങ്ങനെ ഓട്ടോറിക്ഷ വന്നിറങ്ങി, അതാ വരുന്നുണ്ട് എന്നിങ്ങനെ പറയും. നീ ഇത്ര നേരം എവിടെ പോയതാണ്, നിനക്കൊരു സന്തോഷിക്കാനൊരു വാർത്തയുണ്ട്, പിന്നെ അമ്മ ആക്സിഡൻ്റായി ഇങ്ങനെ വീണ് തട്ടുപൊളിഞ്ഞ് കിടക്കുകയാണ് പറയും. ആ നന്നായി, എന്തായാലും മേടത്തേമ്മയ്ക്ക് വെച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ എന്തിനും സന്തോഷിക്കണം സങ്കടം ചെയ്യണത് എന്ന് ചോദിക്കുന്നുണ്ടോ. നീ എന്താടി, എനിക്ക് തന്നെ എന്തെങ്കിലും ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ നീ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മഞ്ജു പറയും, അത് അപ്പം ആലോചിക്കണം പറയും. എനിക്കറിയാടി, നീ ഇന്നൊരുത്തൻ്റെ കൂടെ പോയില്ലേ, നീ ഇന്ന് എവിടേക്കാടി പോയത്, നീ ഒരുത്തൻ്റെ കൂടെ തോളിൽ കൈവച്ച് പോകണത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്നിങ്ങനെ പറയുന്നുണ്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മഞ്ജുവിൻ്റെ മുഖം മാറുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ മഞ്ജു പറയും, ആര് പറഞ്ഞു, സീമന്തനും ചോദിക്കും, നീ ആരുടെ കൂടെയാടി പോയത് എന്ന് ചോദിക്കും. ഞാൻ ആരുടെയും കൂടെ പോയിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ ഒരു വ്രതമാണ് എന്ന്. അതേസമയം മേഘം പറയും, ഞാൻ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ നീ അവിടെ എത്തിയില്ല എന്നാണല്ലോ പറഞ്ഞത്, ഞാനൊരു വ്രതമാണെന്ന് പറഞ്ഞില്ലേ, ഞാൻ അതുകൊണ്ട് അമ്പലത്തിലേക്കാണ് പോയത്, പിന്നെ അവിടുന്ന് അന്നദാനവും കഴിച്ചിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറയും. നീ എവിടുന്നാണ് ഈ അന്നദാനം കഴിച്ചത് എന്ന് എനിക്കറിയാം, അവൻ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, അത് കാരണം അവൻ ആരാണെന്ന് എനിക്കറിഞ്ഞില്ല, എന്തായാലും ഞാൻ കണ്ടുപിടിക്കും എന്നിങ്ങനെ പറയുമ്പോൾ മഞ്ജു ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്.